ഹലോ ഫ്രണ്ട്സ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളെ ഞെട്ടിച്ച സംവിധായകൻ അഭിനവ് സുന്ദർ നായക് തന്റെ രണ്ടാമത്തെ ചിത്രവുമായി എത്തിയിരിക്കുകയാണ്. നസ്രൻ നായരായ ബോളിവുഡ് ടൈംസ്. എ ഹേ ലെറ്റർ ടു സിനിമ എന്ന ടാഗ്ലൈനോടെ എത്തിയ ഈ ചിത്രം യഥാർത്ഥത്തിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സിനിമയുടെ കഥ നടക്കുന്നത് വിനീത് മാധവൻ എന്ന യുവാവിനെ ചുറ്റിപ്പറ്റിയാണ്. കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്ന വിനീതിന്റെ ഏറ്റവും വലിയ സ്വപ്നം മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ഹൊറർ സിനിമ സംവിധാനം ചെയ്യുക എന്നതാണ്. എന്നാൽ ഈ സിനിമാ മോഹമായി നടക്കുന്ന അവന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും സിനിമാ ലോകത്തെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുമാണ് ഹോളിവുഡ് ടൈംസ് പറയുന്നത്. ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, മറിച്ച് സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയവും വഞ്ചനയും പച്ചയായി വരച്ചു കാട്ടുന്ന ഒരു ഡാർക്ക് കോമഡിയാണ്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയേണ്ടത് നെസ്ലിന്റെ ഗംഭീര പ്രകടനമാണ്. കോമഡി റോളുകളിൽ നിന്ന് മാറി വിനീത് മാധവൻ എന്ന സങ്കീർണവും അല്പം ഈഗോയിസ്റ്റുമായ കഥാപാത്രത്തെ നെസ്ലൻ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നിരന്തരമുള്ള പരാജയങ്ങൾ കാരണം ഒരു ഫിലിം മേക്കർക്കുണ്ടാവുന്ന നിരാശയും ദേഷ്യവുമെല്ലാം വളരെ പക്വതയോടെയാണ് നസ്രൻ സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നാണ് സംവിധാനം. ബോധനുണ്ണിയിലേതുപോലെ തന്നെ വോയിസ് ഓവറുകളും കട്ടവയ്കളും ആനിമേഷൻ സീനുകളും അഭിനവ് ഈ സിനിമയിലും സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലെ പകപകാച്ച മോഷണവും നിർമ്മാതാക്കളുടെ നികുതി വെട്ടിപ്പും വളരെ ബോൾഡായി തന്നെ സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് സപ്പോർട്ടിംഗ് കാസ്റ്റ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ജഗദീഷ് തുടങ്ങിയ താരങ്ങളെല്ലാം തങ്ങളുടെ റോളുകൾ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒന്നാണ് സാങ്കേതിക മികവ്. വിശ്വജിത്ത് ഛായാഗ്രഹണവും ജേക്സ് ബിജയുടെ പശ്ചാത്തല സംഗീതവും സിനിമയുടെ ഡാർക്ക് മൂഡിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്നുണ്ട്. ഈ സിനിമയുടെ ദൈർഘ്യം വരുന്ന ഏകദേശം 2 മണിക്കൂർ 48 ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മോളിവുഡ് ടൈംസ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ്. സിനിമാ ലോകത്തിന്റെ ഉള്ളുകളിൽ അറിയാൻ താല്പര്യമുള്ളവർക്കും അഭിനവ് സുന്ദർ നായകന്റെ ഡാർക്ക് ഹ്യൂമർ ശൈലി ഇഷ്ടപ്പെടുന്നവർക്കും ഈ ചിത്രം ഒരു പുതിയ അനുഭവമായിരിക്കും. ഈ സിനിമ ഒരു മാസ്റ്റർ പീസ് ആണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സിനിമ റിവ്യൂവുമായി വീണ്ടും കാണാം.